ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 47. അവൾക്കൊരു ഭ്രാന്തിയുടെ രൂപമായിരുന്നപ്പോൾ. കണ്ണുകളൊക്കെ ചുവന്നു കലങ്ങി, മുടിയൊക്കെ പാറിപ്പറന്ന്, മൂക്കിൻ തുമ്പ് പോലും വിറപ്പിച്ചുകൊണ്ടായിരുന്നു അനാമികയുടെ നിൽപ്പ് പോലും. മകളുടെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റത്തിൽ ദമയന്തി ഒന്ന് അമ്പരന്നു പോയിരുന്നു. ഒരു നടുക്കത്തോടെ അവർ നിന്നിടത്ത് നിന്ന് ഇത്തിരി പിന്നിലേക്ക് വേയിച്ചുപോയി. അനു, അവർ മകളെ പേടിയോടെ വിളിച്ചു. മിണ്ടരുത് നിങ്ങൾ. എൻ്റെ ജീനയെ അനാഥയെന്ന് വിളിക്കാൻ നിങ്ങൾ ആരാ? അവൾ എൻ്റെ എല്ലാമാ, എൻ്റെ സ്വന്തം. ആരുമില്ലെങ്കിലും എൻ്റെ ജീനയ്ക്ക് ഞാനുണ്ട്. അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവളൊരു മാനസിക രോഗിയെപ്പോലെ അലറി. നിനക്കെന്താ ഭ്രാന്താണോ അനു? അവളിലെ ചേഷ്ടകൾ കണ്ടപ്പോൾ ഭയം തോന്നിയെങ്കിലും അതുള്ളിൽ മറച്ചു പിടിച്ചുകൊണ്ട് ദമയന്തി വീണ്ടും മകളെ അടക്കാൻ ശ്രമിച്ചു. അതെ, എനിക്ക് ഭ്രാന്താണ്. എൻ്റെ ജീനയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരും. അവൾ വീണ്ടും ചീറി. മധുവും വിഷുവും അപ്പോഴും സ്തബ്ധരായി അനാമികയുടെ പ്രകടനങ്ങൾ നോക്കി നിന്നല്ലാതെ നിന്നിടത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരടി പോലും നീങ്ങിയില്ല. അതിനവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ. അത്രയ്ക്കായിരുന്നു അനാമികയുടെ പേടിപ്പെടുത്തുന്ന ആ പെരുമാറ്റം. സ്വന്തം തള്ളേക്കായാലും തന്തേക്കായാലും വലുതാണോടി നിനക്ക് നിന്റെ ചേന? ഇത്തവണ ദമയന്തിയുടെ ശബ്ദം അവളെക്കാട്ടിൽ ഉച്ചത്തിൽ ആ വീട്ടിൽ ഉയർന്നു പൊങ്ങി. കാരണം മകൾ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി കോടികൾ ചിലവഴിച്ചു എന്ന കാര്യം അവരിലെ അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെ, എനിക്കിപ്പോൾ നിങ്ങളെക്കാട്ടിലെ എല്ലാവരെക്കാട്ടിലും വലുതാ എൻ്റെ ജീന. അനാമികയുടെ വാക്കുകൾ കാരിരുമ്പിൻ്റെ ഉറപ്പോടെ അവിടെ മാകെ മുഴങ്ങിക്കേട്ടു. എടി ഒരുമ്പട്ടോളെ, ഇത്രയും നാളും പൊന്നെ പൊടിയെന്നും പറഞ്ഞ് നിന്നെ നോക്കി വളർത്തിയ ഞങ്ങൾക്ക് ഒരു വിലയില്ലേടി. അവരിലെ അമ്മയ്ക്ക് വേദനിച്ചു. അതെ, നിങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടതാണ് എനിക്കവൾ. എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം. സ്വന്തം നെഞ്ചിൽ തല്ലിക്കൊണ്ട് അവൾ ദമയന്തിക്ക് നേരെ കൊമ്പ് കോർക്കുവാനായി ചെന്നു. അസത്തെ, നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടി. ആ തെണ്ടി പെണ്ണിന് വേണ്ടി ഇനിയൊരു ചില്ലി കാശ് പോലും മുടക്കുവാൻ ഞാൻ നിന്നെ ഇനി സമ്മതിക്കില്ല. ദമയന്തിയാ പറയുന്നേ. മകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറുമ്പോൾ സർവ്വതും തകർന്നവളെ പോലെ അവർ ചുവരിലേക്ക് ചാരി നിന്നു പോയിരുന്നു. ഒരമ്മയുടെ പതനമായിരുന്നത്. മകളുടെ ആഡംബര ജീവിതം മാത്രം സ്വപ്നം കണ്ട സ്വാർത്ഥയായ ഒരമ്മയുടെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു. ദമയന്തി, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സഹോദരിയെ വിശ്വം ചേർത്ത് പിടിച്ചു. പെറ്റ തള്ളയും തന്തയും വേണ്ടാന്ന് വെച്ചിട്ട് ആ ജീനിയെ വേണമെന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണം അറിയണമെന്നുണ്ടായിരുന്നു. അത്രയും നേരെ എല്ലാത്തിനും സാക്ഷിയായി നിന്നിരുന്ന മധുവിൽ നിന്നുമായിരുന്നു ആ ചോദ്യം ഉയർന്നത്, തികച്ചും കൗശലത്തോടെ. പക്ഷേ അത്രയും നേരം ഒരു ചീറ്റപ്പുലിയെപ്പോലെ അലറി വിളിച്ചുകൊണ്ട് നിന്ന അനാമിക പൊടുന്നനെയുള്ള സ്വന്തം അച്ഛൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഒട്ടൊന്ന് പതറിപ്പോയി. അവളുടെ മുഖത്തും അത് പ്രകടമായിരുന്നു. പറയടി, അച്ഛൻ ചോദിച്ചതിനുള്ള മറുപടി പറയേ. ദമയന്തി അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്ന് നിന്നുകൊണ്ട് മകളെ ശക്തിയിൽ പിടിച്ചുലച്ചു. അവളിലൊരു നടുക്കം നിറഞ്ഞു. തൻ്റെ അസ്തിത്വം എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുമോ എന്നുള്ള ഭയമപ്പോൾ അനാമികയിൽ പൊട്ടിമുളച്ചു. എന്താനു, നിനക്ക് പറയാനൊന്നുമില്ലേ? എൻ്റെ അളിയൻ ചോദിച്ചതിനുള്ള ഉത്തരം എന്താണ്? അനുവിൻ്റെ മുഖത്തെ പേടിയും പതറിച്ചയും കണ്ടതോടുകൂടി വിശ്വത്തിൻ്റെ മനസ്സിലും അപായമണി മുഴങ്ങിയിരുന്നു. ചേച്ചി പറയില്ലെങ്കിലേ? ചേച്ചിക്കത് പറയാൻ കഴിയില്ല അല്ലേ ചേച്ചി? ആക്കിയുള്ള ഒരു ചോദ്യത്തോടെ പൊടുന്നനെയാണ് മുറ്റത്ത് നിന്ന് ഹാളിലേക്ക് ശ്വേത കയറി വന്നത്. ഇത്രയും നേരം ഉള്ളിൽ നടന്ന സംഭാഷണങ്ങൾ മുഴുവനും അവൾ കേട്ടിട്ടുണ്ടെന്നുള്ളത് ശ്വേതയുടെ മുഖം വ്യക്തമാക്കിയിരുന്നു. അവളുടെ കയ്യിലിരിക്കുന്ന വാഴയിലെ പൂവും ചന്ദനവുമൊക്കെ അമ്പല ദർശനം കഴിഞ്ഞതിൻ്റെ തെളിവുകളായിരുന്നു. അതെന്താടി അവൾക്ക് പറഞ്ഞാൽ? ദമയന്തിയുടെ ചോദ്യം അപ്പോൾ ഇളയ മകൾക്ക് നേരെയായി. അത് പറയാൻ വേണ്ടി അമ്മയുടെ പുറകെ ഞാൻ കുറേ നാൾ നടന്നിരുന്നു. അന്നൊന്നും അമ്മ എന്നെ കേൾക്കാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. പരവേശത്തോടെ വെപ്രാളം പിടിച്ചു നിൽക്കുന്ന അനാമികയെ ഒന്നാക്കി നോക്കിയിട്ട് ശ്വേത മെല്ലെ അകത്തേക്ക് കയറി ചെന്നു. നിന്നോടിപ്പോൾ നിന്ന് പ്രസംഗിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് വല്ലതും അറിയാമെങ്കിൽ പറയുവാനാണ് ഞാൻ പറഞ്ഞത്. അനാമികയോടുള്ള ദേഷ്യം മുഴുവൻ അവൾ ഇളയ മകളിൽ തീർത്തു. ചേച്ചിയും ജീനയും പരസ്പരം പ്രേമിക്കുന്നത് കൊണ്ട്. ശ്വേതയുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ദമയന്തിയുടെയും വിശ്വത്തിൻ്റെയും ഹൃദയത്തിൽ ചെന്ന് പതിച്ചത്. അതേസമയം തങ്ങൾക്കിരുവർക്കും മാത്രം അറിയാവുന്ന ഈ രഹസ്യം തൻ്റെ അനിയത്തിക്ക് എങ്ങനെ അറിയാമെന്നതിൻ്റെ പകപ്പിലായിരുന്നു അനാമികയപ്പോൾ. പ്രേമവോ? ഇവക്കോ? അതും ആ പെണ്ണിനോട്?
പെണ്ണും പെണ്ണും തമ്മിൽ പ്രേമിക്കുമോ? ശ്വേതേ, ഇത് തമാശ പറയാനുള്ള സമയമല്ല. മകള് പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്തത് കൊണ്ടാവാം ദമയന്തി അവളോട് പരുഷമായി സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് തമാശയല്ല, സത്യമാണ്. ചേച്ചിയും ജീനിയും തമ്മിൽ പ്രണയമാണ്. അതും കുറേ വർഷങ്ങളായി. ഇവർ ലെസ്ബിയൻസ് ആണ്. അതായത് ഇവർക്കൊന്നും ഒരാണിനോടൊപ്പം ഒരിക്കലും കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. ശ്വേത പേടിയൊന്നും കൂടാതെ പറഞ്ഞു നിർത്തി. കാരണം ആരൊക്കെ എതിർത്താലും തൻ്റെ അച്ഛൻ തന്നെ പിന്തുണയ്ക്കി എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ദമയന്തി ഒട്ടൊരു ഞെട്ടലോടുകൂടിയാണ് മകൾ പറഞ്ഞത് കേട്ട് നിന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ട് മധുവിൽ മാത്രം പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അതേസമയം വിശ്വത്തിൻ്റെ അവസ്ഥയായിരുന്നു ദാരുണം. അയാൾ കേട്ടത് വിശ്വസിക്കാൻ പോലും ആവാതെ ഒരു പാറ പോലെ തറഞ്ഞു നിന്നുപോയി. രാധ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അയാൾക്കപ്പോൾ മിന്നൽ പിണർ പോലെ ഹൃദയത്തിലൂടെ പാഞ്ഞു പോയത്. അപ്പോൾ എൻ്റെ രാധ പറഞ്ഞതൊക്കെ സത്യങ്ങളായിരുന്നോ? ഈശ്വര, ഒന്നും അറിയാത്ത എൻ്റെ ആദിയെ ഞാൻ... അയാളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങി. നീ എന്തൊക്കെ വിവരക്കേടാ പെണ്ണ ഈ പറയുന്നത്? എന്തിനൊരു പരിധിയുണ്ട് ശ്വേതേ? ഭിത്തിയിലൂടെ ഊർന്നു താഴെ തറയിലേക്ക് വീണുപോയ അനാമികയെ ഒട്ടൊരു പേടിയോടെ നോക്കിയിട്ട് ദമയന്തി തൻ്റെ ഇളയ മകൾക്ക് നേരെ ചീറി. സത്യം പറഞ്ഞാൽ ശ്വേത പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആദിയോടൊപ്പം 1 മാസം കഴിഞ്ഞവൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊരു സംശയവും അവരിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. വിവരക്കേടല്ലമ്മേ, സത്യമാണ്. സ്വന്തം അസ്തിത്വം മറച്ചു വെച്ചുകൊണ്ട് ചേച്ചി ആദിയേട്ടനെ അന്ന് കല്യാണം കഴിച്ചത്. എന്നിട്ടോ 1 മാസം തികയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഏട്ടൻ്റെ പേരിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് ഡൈവോഴ്സും നേടി. അതും റേപ്പ് കേസ്. അന്ന് ചേച്ചിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ ഇവൾ കല്ലുവെച്ച നുണയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അന്നേ മനസ്സിലായനെ. അന്നാരും അത് ചെയ്തില്ല. എല്ലാവരും കൂടി ആ പാവം ആദിയേട്ടനെ പിടിച്ച് കുറ്റക്കാരനാക്കി. ഇനിയൊന്നും പറയാനില്ലാതെ മുഖം കുനിച്ച് വെറും തറയിലിരിക്കുന്ന അനാമികയെ നോക്കും തോറും ശ്വേതയിൽ വെറുപ്പ് നിറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടം കൊണ്ട് തീർന്നോ? ഇല്ല. അതിൻ്റെ പേരിൽ വിശ്വാങ്കൾ കൊടുത്ത പൈസ കൊണ്ട് നാണമില്ലാതെ ബാംഗ്ലൂരിൽ പോയി സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി. ഇപ്പോൾ അത് തുറന്നപ്പോൾ വീണ്ടും ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെയും ആ ജീനയുടെയും നാട്ടിലേക്കുള്ള ഈ വരവ് പോലും. അതിനുവേണ്ടിയാ വീണ്ടും ആ പാവം ആദിയേട്ടനെ ഇപ്പോൾ കരുവാക്കാൻ നോക്കിയത്. ശ്വേതയുടെ പല്ല് ഞെരിച്ചു കൊടിയ ദേഷ്യത്തോടെ. ഇതേ സമയം ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തവനെ പോലെ വിഷം കസേരയിലേക്ക് തളർന്നു വീണപ്പോൾ മധു നാണക്കേടോടെ തല പുഞ്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. നീ നീ പറഞ്ഞു വരുന്നത്? ദമയന്തി അവളെ പരിഭ്രാന്തിയോടെ നോക്കി. ഞാൻ പറഞ്ഞൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി കുറച്ചു നേരം കണ്ടു മനസ്സിലാക്കാൻ നോക്ക്. കലിപ്പോടെ കയ്യിലിരുന്ന പ്രസാദം അവിടെ കിടന്ന ടീപ്പോയിലേക്ക് വെച്ചിട്ട് ശ്വേത നേരെ തൻ്റെ മുറിയിലേക്കാണ് കയറിപ്പോയത്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. കണ്ണ് നിറച്ച് കാണ്. ഫോണിലെ ലോക്ക് തുറന്ന് അതിൽ നിന്നും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ശ്വേത തൻ്റെ അമ്മയുടെ നേരെ നീട്ടിപ്പിടിച്ചു. അത് കണ്ട ദമയന്തി ഇത്തിരി നേരം കഴിഞ്ഞതും അറപ്പോടെ മുഖം തിരിച്ചു പിടിച്ചു. എന്നിട്ട് തലയിൽ 2 കൈകളും കൊണ്ട് തള്ളി അലറി കരഞ്ഞു. സഹോദരിയുടെ അടുത്തായിരുന്ന വിശ്വത്തിൻ്റെ കണ്ണുകളും ഒരു നിമിഷത്തേക്ക് ആ വീഡിയോയിൽ ഉടക്കിയിരുന്നു. കൊടിയ അറപ്പോടെ അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. നഷി, നല്ല സിനിമയാ. സ്ക്രീനിൽ ഓരോ പാട്ട് സീൻ വരുമ്പോഴും ഫൈറ്റ് സീൻ വരുമ്പോഴും മാത്രം കൈയടിച്ച് താടി തുള്ളി അത്തത്തമ്മ. ബാക്കിയുള്ള സമയമൊക്കെയും ആദിയുടെ മടിയിലിരുന്നു കൊണ്ട് കുസൃതികൾ കാണിച്ചു. ആണോടാ ചക്കരെ? അവളുടെ കുഞ്ഞു മുഖത്ത് സന്തോഷം കാണുന്ന ഓരോ സമയവും ആദിയുടെ ചുണ്ടുകൾ തത്തമ്മയുടെ കവിളുകളിൽ ഇടതടവില്ലാതെ പതിഞ്ഞുകൊണ്ടിരുന്നു. മഷി, പോപ്കോണും നല്ലതാ, മോൾക്കിഷ്ടായി. മഹർഷിയുടെ മടിയിലിരുന്നു കൊണ്ട് പോപ്കോൺ ആസ്വദിച്ച് കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് ആദിയുടെ വായിലേക്കും തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ദേവികയുടെ വായിലേക്കും വെച്ചു കൊടുക്കുവാനും അവൾ മറന്നില്ല. എൻ്റെ തത്തമ്മേ. അവൻ്റെ കണ്ണും മനവും നിറഞ്ഞു. ഇനിയും വരണേ മഷി, നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് പെണ്ണവനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. അതിനെന്താ, എൻ്റെ പൊന്നിന് എപ്പോൾ സിനിമ കാണണമെന്ന് പറഞ്ഞാലും മഹർഷി എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരില്ലേ? അവളെ ഇറുക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടവൻ കുഞ്ഞി പെണ്ണിന് ഉറപ്പ് നൽകി. ശേഷം അടുത്ത സീറ്റിലിരുന്ന സിനിമ ആസ്വദിച്ച് കാണുന്ന ദേവികയെ പ്രണയത്തോടെ നോക്കിയിരുന്നു. കുറേയേറെ നേരം അവൾ അറിയാതെ. എല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും എൻ്റെ കൊച്ചൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരാൻ
നിനക്കെങ്ങനെ തോന്നിയടി നാണമില്ലാത്തവളെ? ഞാൻ വളർത്തിയ നിനക്ക് ഇങ്ങനൊക്കെ ഒരാളെ ചതിക്കാനുള്ള മനസ്സ് എങ്ങനെ വന്നു? പാല് തന്ന കൈക്കിട്ട് തന്നെ കൊത്തിയല്ലോടി നീയെ. അവളെ തലങ്ങും വിലങ്ങും അടിച്ച് വിശ്വം തറയിലേക്ക് തള്ളിയിടുന്നത് കണ്ടിട്ടും മധുവും ദമയന്തിയും നിന്നിടത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ടേക്ക് അനങ്ങിയില്ല. അവരത് തകർന്ന മനസ്സോടെ നോക്കി നിന്ന് കാണുക മാത്രമാണ് ചെയ്തത്. മകൾ ചെയ്ത ചതിയുടെയും വഞ്ചനയുടെയും ആഴം ആ മാതാപിതാക്കളെ തളർത്തിയിരുന്നു. എന്നിട്ട് ചെയ്തു ഒന്നും പോരാഞ്ഞിട്ടാണോടി എൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ദേവികയെപ്പറ്റി നീ നിൻ്റെ അവളും കൂടി അപവാദം പറഞ്ഞു നടന്നത്? ആ പാവം നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? അതിനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എൻ്റെ ആദ്യമോൻ നിന്നെ സ്വീകരിക്കുമെന്ന് നീ വിചാരിച്ചു കാണുമല്ലേ? വിശ്വത്തിൻ്റെ അടിയുടെ ശക്തിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാതെ തറയിൽ കിടന്ന് ഏങ്ങി വലിയുന്ന അനാമികയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ വീണ്ടും അലറി. ദേവികയെപ്പറ്റി അപവാദം പറഞ്ഞെന്നോ? ദമയന്തിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അവർ ഒന്ന് ഞെട്ടിക്കൊണ്ട് വിശ്വത്തിൻ്റെ നേർക്ക് ഉറ്റുനോക്കി. അതേസമയം കേട്ട വാർത്തയിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു മധുവും ശ്വേതയും ഒക്കെ. അതിപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലല്ലേ? ഇവളില്ലേ ഈ താടക, എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ദേവികയും കൊച്ചിനെയും വഴിയിൽ പിടിച്ചു നിർത്തി വീടൊഴിയണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. ആ പെങ്കൊച്ചിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഭാഗ്യത്തിന് എൻ്റെ ആദ്യം അവിടേക്ക് ചെന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടത്തിനും കിട്ടിയിട്ടാണ് ഇവളും ഇവിടെ കാമിയും കൂടെ തിരിച്ചു പോയത്. ദേഷ്യം സഹിക്കവയ്യാതെ വിശ്വത്തിൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവിക ചേച്ചി ഇറക്കി വിട്ടാൽ അവിടെ കയറി പൊറുക്കാമെന്ന് എൻ്റെ ചേച്ചി സ്വപ്നം കാണുമായിരിക്കും അല്ലേ അങ്കിളെ? എല്ലാം കേട്ട് നിന്നുകൊണ്ട് ശ്വേത അനാമികയെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി. എന്നിട്ട് അതുകൊണ്ട് അടങ്ങിയോ ഈ രാക്ഷസി? ദേവികയ്ക്കും എൻ്റെ ആദിക്കും അവിഹിതമുണ്ടെന്നും പറഞ്ഞ് അവളുടെ വീട്ടിൽ പോയി വീട്ടുകാരെ ഇളക്കി വിട്ടു. അന്നെൻ്റെ രാധ വീട്ടിലുണ്ടായിരുന്നത് ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ആ പാവം പിടിച്ച പെണ്ണിനെ അവിടെ വീട്ടുകാർ അടിച്ചു കൊന്നേനെ. ഉള്ളിലുള്ള കുറ്റബോധം അയാളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും നിസ്സാരമായി കണ്ട പലതും വിശ്വത്തിനു മുമ്പിൽ വലിയ കുറ്റങ്ങളായി മാറപ്പെട്ടു. ഈശ്വര, നീ എൻ്റെ പേറ്റിൽ തന്നെ പിറന്നല്ലോടി മഹാപാപി. ഇനിയും തള്ളിയാൽ അനാമിക മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ദമയന്തി തൻ്റെ തലയിൽ ഇരു കൈകളും കൊണ്ടടിച്ച് സ്വയം വേദനിപ്പിച്ചു. അമ്മേ, വേണ്ടമ്മേ, ഇങ്ങനെ സ്വയം ഉപദ്രവിക്കല്ലേ. ശ്വേത അവരുടെ കൈകളെ ബലമായി പിടിച്ചു വെച്ചു. ഞാനാ തെറ്റുകാരി. എൻ്റെ സ്വാർത്ഥതയെ എല്ലാത്തിനും കാരണം. ഞാനൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ആദിയുടെ ജീവിതം ഇങ്ങനെ നശിക്കില്ലായിരുന്നു. അവർ പദം പറഞ്ഞിരുന്ന് വീണ്ടും കരയുവാനായി തുടങ്ങി. അളിയ, എൻ്റെ മോള് ചെയ്ത കുറ്റങ്ങൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇവൾ നമ്മുടെ ആദിയുടെ ജീവിതം നശിപ്പിച്ചു. ഒന്നും അറിയാത്ത ഒരു പെങ്കൊച്ചിനെ പെരുവഴിയിൽ ഇറക്കി നാണം കെടുത്താൻ നോക്കി. ഇവളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ശ്വേതമോള് ഒന്നുമില്ലാതെ ആയിപ്പോകുമെന്ന് ഓർക്കുമ്പോൾ മധു വിശ്വത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് വിറയ്ക്കുന്ന കൈകൾ കൂപ്പിപ്പിടിച്ചു. അയാൾ ഹൃദയം തകർന്ന് പറഞ്ഞ വാക്കുകളായിരുന്നത്. അത്രയേറെ നാണക്കേടും അപമാനഭാരവും കൊണ്ട് അയാളിലെ അച്ഛൻ തകർന്നു പോയിരുന്നു. വേണ്ടടോ, താൻ മാപ്പൊന്നും പറയരുത്. ജനിപ്പിച്ചു എന്നൊരു കുറ്റം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വളർത്തി നശിപ്പിച്ചത് ഞാനാ. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചതിന് കാരണക്കാരൻ കൂടിയാണ് ഞാൻ. ആദിയുടെ മുൻപിൽ പോയി നിൽക്കാനുള്ള അർഹത പോലെ എനിക്കിപ്പോൾ ഇല്ല മധു. വിശ്വത്തിൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തൂവിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കനത്ത നിശബ്ദതയോടെ കടന്നുപോയി. ദമയന്തിയുടെ വിതുമ്പിയുള്ള കരച്ചിലല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കുവാനായി കഴിഞ്ഞില്ല. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് വിശ്വം മെല്ലെ അനാമികയുടെ അരികിലേക്ക് നടന്നു ചെന്നു. ആ കിടക്കുന്നവള് എൻ്റെ മോനൊരു എതിരാളി അല്ലായിരുന്നു ദമയന്തി. അതുകൊണ്ട് മാത്രം ആദ്യം അവളെ വെറുതെ വിട്ടത്. പക്ഷേ ഒരിക്കൽ കൂടി അവൾ വന്നാൽ വരരുത്. ഒരു താക്കീതായി വിശ്വം പറഞ്ഞെങ്കിലും അതൊരു ഭീഷണിയായിട്ടാണ് അവിടെ നിന്നവർക്ക് തോന്നിയത്. ഇടർന്ന കാലുകളുമായി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആളെ ഒരു പിൻവിളി കൊണ്ട് പോലും ശല്യപ്പെടുത്തുവാൻ മധുവിനോ ദമയന്തിക്കോ ശ്വേതയ്ക്കോ അപ്പോൾ തോന്നിയില്ല എന്നതാണ് സത്യം. തെറ്റല്ല, കൊടും പാപമാണ് താൻ ചെയ്തത്. സ്വന്തം മകനെ അനന്തരവൾക്ക് വേണ്ടി മാറ്റി നിർത്തി അവനെ അവിശ്വസിച്ചു. അച്ഛനെന്ന പേരിന് താൻ അർഹനല്ലാതെയായി. മാപ്പ് ചോദിക്കണം. ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അവൻ എന്നോട് ചിലപ്പോൾ മിണ്ടില്ലായിരിക്കും. സംസാരിക്കാൻ ചെല്ലുമ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ അപമാനിക്കുമായിരിക്കും. ചിലപ്പോൾ എൻ്റെ ദേഹത്ത് കൈവയ്ക്കുമായിരിക്കും. എന്നാലും സാരമില്ല. മരിക്കുവോളം അവൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് യാചിക്കണം. വണ്ടി മുന്നോട്ടേക്കെടുത്ത് റോഡിൽ കൂടി പായുമ്പോൾ കണ്ണുനീർ പലപ്പോഴും അയാളുടെ കാഴ്ചയെ വന്ന് മൂടി. റോഡ് വ്യക്തമാക്കാതെ പലപ്പോഴും
കയ്യിൽ നിന്നും വണ്ടി പാളിയിട്ടും അയാൾ ഒരിടത്തും നിർത്താൻ കൂട്ടാക്കിയില്ല. ആദ്യയെ കാണണമെന്ന ഒറ്റ ചിന്തയിൽ വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു. ഇരുട്ടിലേക്ക് മറയാൻ വെമ്പി നിൽക്കുന്ന സൂര്യൻ വിശ്വത്തിൻ്റെ സങ്കടം കണ്ട് സ്വയം കണ്ണുകൾ പൊത്തിയോ? മർഷി, രാത്രിയാവുന്നു, നമ്മൾ ഇനി എങ്ങോട്ടാ? തിയേറ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോഴായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ചോദ്യം അവനെ തേടി ചെന്നത്. എൻ്റെ തത്തമ്മ പറഞ്ഞു, ഇനി എങ്ങോട്ട് പോകണമെന്ന്. ഒക്കത്തിരിക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് നടന്നു. പറഞ്ഞാൽ കൊണ്ടുപോവോ? ആദിയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പെണ്ണ് കൊഞ്ചി. എൻ്റെ തത്തമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുമോ? അവനാ പൊന്നിൻ്റെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്കിട്ടുരുമി. ഇനി എങ്ങോട്ടും വേണ്ട, വീട്ടിൽ പോവാം, നേരെ ഇരുട്ടി. അവർക്ക് പിന്നാലെ നടന്നു ചെന്ന ദേവിക ആദിയുടെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും സംസാരം കേട്ടതും പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു, അതെന്താ, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ, അല്ലാതെ പാതിരാത്രി ആയൊന്നും ഇല്ലല്ലോ. ചെക്കൻ നടപ്പൊന്ന് നിർത്തി അവർക്ക് നേരെ തിരിഞ്ഞു. അതല്ല സർ, രാവിലെ ഇറങ്ങിയതല്ലേ നമ്മൾ വീട്ടിൽ നിന്ന്, അത് ഞാൻ പെണ്ണ് പെട്ടെന്ന് തല കുനിച്ചു കളഞ്ഞു. ദേവിക്ക് വല്ലായിക വല്ലതും തോന്നുന്നുണ്ടോ? മഹർഷി അവളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് ചോദിച്ചു. ഏയ് ഇല്ല സാർ. അവളൊന്ന് പരുങ്ങിക്കളിച്ചു. ഉറക്കം വരുന്നുണ്ടോ? അവനിൽ നിന്നും വീണ്ടും ചോദ്യം ഉയർന്നു. ആഹാ. അതിനും പെണ്ണ് നിശ്ചയദാർത്ഥത്തിൽ തലയാട്ടി കാട്ടി. എങ്കിൽ പിന്നെ എന്താണ് പ്രോബ്ലം? നേരത്തെ ചോദിച്ച ചോദ്യം മാത്രമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. എൻ്റെ കൂടെ വരുന്നതാണോ ദേവികയുടെ പ്രശ്നം? അവൻ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി. ഏയ്, അത് അങ്ങനൊന്നും ഇല്ല സാർ. അവളിൽ വീണ്ടും നിസ്സഹായത ഉണർന്നു. എങ്കിൽ പിന്നെ നടക്കടോ. ദേവികയെ കണ്ണു ചിമ്മി കാട്ടിയിട്ട് അവൻ വീണ്ടും കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. വേറെ വഴിയില്ലാതെ അവരുടെ പിന്നാലെ ദേവികയും കാലുകൾ നീക്കി. പാർക്കിങ്ങിൽ ചെന്ന് കാറെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. ടൗണിലെ വഴിയോരത്ത് കാണുന്ന തട്ടുകടയിൽ നിന്നും ഭക്ഷണവും കഴിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. വീട് അടുക്കാറായ സമയത്താണ് ആദിയുടെ ഫോണിലേക്ക് രാധമ്മയുടെ വിളി വന്നത്. ആ അമ്മേ, ഒരു 10 മിനിറ്റ്, ഞങ്ങളിപ്പോൾ എത്തും. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചവൻ മറുവശത്തു നിന്നും കേട്ട വാർത്തയിൽ ഞെട്ടിത്തരിച്ചിരുന്നു. കയ്യിൽ നിന്നും പാളിയ വണ്ടി ഒരു വിധത്തിൽ അവൻ റോഡിൻ്റെ ഒരു വശത്തേക്ക് ചവിട്ടി നിർത്തി.